നമസ്കാരം. പശ്ചിമേഷ്യയെ കലുഷിതമാക്കി ഇസ്രയേൽ ഇറാൻ ഏറ്റുമുട്ടൽ തുടങ്ങി 12ാം ദിവസമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. വെടിനിർത്തൽ ശാശ്വതമാകുമോ, മേഖല ശാന്തമാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ലോകരാഷ്ട്രങ്ങളെ ആകെ ആശങ്കയിലാക്കിയ സംഘർഷത്തിന്റെ 11ാം ദിനമായ ഇന്നലെയാണ് ഇസ്രയേൽ ഇറാൻ ഏറ്റുമുട്ടലിന്റെ ആഘാതം മലയാളികൾ ശരിക്കും അറിഞ്ഞത്. ഖത്തറിലെ US സേനാതാവളമായ അൽ ഉദൈദ് വ്യോമത്താവളത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ മലയാളികൾ ഭയപ്പെട്ടു. ഖത്തർ വ്യോമത്താവളം അടച്ചതോടെ ഗൾഫ് മേഖലയിലേക്കും തിരിച്ചും യാത്ര പുറപ്പെട്ടവർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. പിന്നീട് ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 60 ലക്ഷം മലയാളികളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രമുള്ള പ്രവാസി മലയാളികളുടെ എണ്ണം 40 ലക്ഷത്തോളം വരും. മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ഓരോ മലയാളിയുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നത് അതുകൊണ്ടാണ്. വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ പ്രവാസികളുടെ ആശങ്ക അകന്നോ എന്ന് പരിശോധിക്കുകയാണ് സ്പെഷ്യൽ ഡിബേറ്റ് ഇന്ന്. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ വേണുഗോപാൽ, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ വാഹിദ് നാട്ടിക, പ്രവാസി മലയാളി, ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ, പ്രവാസി മലയാളി, ഒപ്പം ഐസക് ജോൺ, മാധ്യമ പ്രവർത്തകൻ, ശ്രീ അജി കുര്യാക്കോസ്, പ്രവാസി മലയാളി എന്നിവർ ചേരുകയാണ്. ഇസ്രയേലിൽ നിന്ന് അരുൺ എന്ന മലയാളിയെയും പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയിൽ. ആദ്യം ശ്രീ വാഹിദ് നാട്ടിക നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വാഹിദ്, ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടങ്ങി ദിവസങ്ങളായി ലോകരാഷ്ട്രങ്ങൾ തന്നെ ആശങ്കയോടെയാണ് ആ മേഖലയിലെ സംഘർഷം നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉടൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് മനസ്സിലാക്കിയത് ഇന്നലെയാണ്. നിങ്ങൾക്ക് ഇന്നലത്തെ ദിവസം എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഈ യുദ്ധം, ലോകത്ത് ഏത് തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, സ്ത്രീകളെയും കുട്ടികളെയുമാണ് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളത്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ആ പറയുന്നതിനൊപ്പം പറയേണ്ടതാണ്, ലോകത്ത് ജീവിതം നേരിടാൻ വേണ്ടി പോകുന്ന പ്രവാസികളായ മനുഷ്യരും ഇതിൽ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു രാജ്യത്തിൽ ഇരുന്നു കൊണ്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. മറിച്ച് ഈ യുദ്ധം നടക്കുന്നതിന് അടുത്തുള്ള ഒരു രാജ്യത്ത് മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ ആക്രമിച്ച രാജ്യത്തിനടുത്തോ ഉള്ള ഒരു രാജ്യമല്ല, മറിച്ച് ആക്രമിക്കപ്പെട്ട ഒരു രാജ്യത്തിനടുത്തുള്ള ഒരു രാജ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ പ്രവാസികളൊക്കെ ജീവിക്കാൻ വേണ്ടി നിവൃത്തികേട് കൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ട് നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു ജീവിത സാഹചര്യം അന്വേഷിച്ചു വരുന്നത്. അവിടെയൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള ആശങ്കകൾ വരുമ്പോൾ സത്യത്തിൽ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്രവാസി മലയാളികള് പ്രത്യേകിച്ച് അവരുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെ ഏറെക്കുറെ പ്രധാനപ്പെട്ട പങ്കും ഇവിടെ തന്നെയാണ്. ഈ അവർ ജീവിക്കുന്ന കൂടുതലും ഇപ്പോ GCC രാജ്യങ്ങൾ അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ രാജ്യങ്ങളിലെ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിത സമ്പാദ്യങ്ങൾ മുഴുവൻ ഇവിടെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു സമാധാനത്തിൽ, ഏറ്റവും സമാധാനപൂരിതമായ ജനത, ലോകത്തിലെ തന്നെ ഏറ്റവും സമാധാന അന്തരീക്ഷമുള്ള ഒരു രാജ്യത്താണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ സമാധാനത്തിൽ കച്ചവടം ചെയ്യുന്നവർ കച്ചവടം ചെയ്ത്, ജോലി ചെയ്യുന്നവർ ജോലി ചെയ്ത് എല്ലാം ജീവിക്കുന്ന ഒരു രാജ്യത്ത് പെട്ടെന്ന് ഒരു ദിവസം എയർ സ്പേസുകൾ അടയ്ക്കപ്പെടുന്നു. തൊട്ടടുത്തുള്ള രാജ്യം, ഏറെക്കുറെ ഈ രാജ്യത്തോടൊപ്പം തന്നെയുള്ള ഇപ്പൊ ഖത്തർ പോലുള്ള ഒരു GCC രാജ്യത്ത് ഇത് കാണുന്നു, TV-യിലൂടെ ഇത് കാണുന്നു. ആ രാജ്യത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ അവർക്ക് അവിടെ ചെറിയ എന്താ പറയാ ഭയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ബിൽഡിങ്ങിൽ ഇങ്ങനെ ഷെയ്ക്കിംഗ് ഫീൽ ചെയ്തു, അവർ വലിയ ശബ്ദം കേട്ടു. നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ അത് പറയുമ്പോൾ സത്യത്തിൽ വല്ലാത്ത ആശങ്കയിലേക്കാണ് എത്തപ്പെട്ടത്. ഇന്നലത്തെ ഒരു രാത്രി എന്ന് പറയുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സാധാരണ ജീവിതത്തെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടെല്ലാം തന്നെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ള ഭയപ്പാടിലേക്ക് എത്തി. എന്നാൽ തീർച്ചയായിട്ടും ഇവിടെ ഈ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്രപരമായ വളരെ ശക്തമായ ഇടപെടൽ വലിയ ഒരു സമാധാനമാണ് ലോകത്തിന് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കാരണം ഈ ഇങ്ങനെ ഒരു സംഭവിക്കുമ്പോൾ കേവലം പ്രവാസി മലയാളികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. പ്രവാസി മലയാളികൾ ഇപ്പൊ നമുക്ക് പല യുദ്ധങ്ങളും നമ്മുടെ അനുഭവത്തിലുണ്ട്.
പണ്ട് കുവൈറ്റ് യുദ്ധം, കുവൈറ്റ് ഇറാഖ് തീർച്ചയായും എന്തായാലും പ്രവാസി സമയത്തുണ്ടായതല്ല. മലയാളികൾ എന്നത് നമ്മൾ ഇന്ന് 2 ഡിബേറ്റും ഇതേ വിഷയത്തിൽ തന്നെ നടത്തുകയാണ്. ലോകത്തിനാകെ ആശങ്ക തന്നെയാണ് ഈ ശക്തരായ 2 രാഷ്ട്രങ്ങൾ ആ മേഖലയിൽ ഏറ്റുമുട്ടുന്നു എന്നത്. അത് എല്ലാ രാഷ്ട്രങ്ങളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഈ സെഗ്മെന്റിൽ മലയാളികൾ നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശങ്കയിലേക്ക് വഴുതി മാറും ഇന്നലത്തെ സാഹചര്യം എന്ന് പ്രതീക്ഷിച്ചതല്ല. ഇനിയും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷവും അത് നിലവിൽ വരുമോ ഇല്ലയോ എന്ന ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മലയാളികളെ ഇതെങ്ങനെ ബാധിക്കുമെന്നത് ചർച്ച ചെയ്യുന്നു എന്നതാണ് ഈ 1 മണിക്കൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വാഹിദിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ വേണുഗോപാൽ കൂടി ചേരുകയാണ്. ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അമേരിക്കയുടെ എൻട്രി ഇസ്രയേൽ ഇറാൻ പ്രശ്നത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അതുണ്ടായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് തിരിച്ചടിയായി ഖത്തറിലെ സേനാ താവളത്തിൽ വരുന്നു. പക്ഷേ അല്പം പ്രിക്കോഷൻ ഇതിന് എടുക്കാനുള്ള സമയം ഇറാൻ നൽകിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അത്യാഹിതങ്ങൾ കുറവായിരുന്നു. പക്ഷേ ആ മേഖലയാകെ ഭയപ്പാടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ ശാശ്വതമാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്നലെ ഉണ്ടായ ആ അറ്റാക്ക്, ഗൾഫ് മേഖലയിൽ അതുണ്ടാക്കിയ ഇമ്പാക്ട്, തുടർന്നുണ്ടായ സമ്മർദ്ദം, അമേരിക്കയ്ക്ക് കിട്ടിയ മെസ്സേജ്, ഇതൊക്കെയാണോ ഇന്നൊരു അടിയന്തര വെടിനിർത്തലിലേക്ക് നയിച്ച ഘടകം? തീർച്ചയായിട്ടും അടിയന്തര വെടിനിർത്തലിന് അമേരിക്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ഒരു സൂചന മാത്രമാണ്. ആ സൂചന ഒരു മിസൈൽ ആക്രമണത്തിൽ കൂടെ നടത്തിയെങ്കിലും ഇറാൻ്റെ ശരിയായ പദ്ധതി എന്ന് പറയുന്നത് നോൺ കൺവെൻഷണൽ വാർ മെത്തേഡുകൾ ആശ്രയിക്കേണ്ടി വരിക എന്നുള്ളതാണ്. നേരിട്ട് ഇറാൻ US ബേസിനെ ആക്രമിക്കുന്നതിന് പകരം ഏതാണ്ട് ഒരു എക്സ്ട്രീമിസ്റ്റ് ലൈനിലുള്ള, ഒരു തീവ്രവാദി ലൈനിലുള്ള ആക്രമണം കൂടി വന്നേക്കാമെന്ന് US ഭയക്കുന്നുണ്ട്. അങ്ങനെ US-ൻ്റെ അവിടെയുള്ള 45,000-50,000 വരുന്ന സൈന്യത്തിന് ജീവോപായമുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് അദ്ദേഹം ഭയക്കുന്നു. കാരണം ഇനിയും ശവപ്പെട്ടികൾ US-ലെ പൗരന്മാരെയുമായിട്ട് അമേരിക്കയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിനത് വലിയൊരു ഭീഷണിയായിരിക്കും. ട്രംപിൻ്റെ പ്രസിഡൻസിക്ക് തന്നെ വലിയ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. കാരണം സമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ജനങ്ങളോട് വോട്ട് മേടിച്ച് വരികയും റഷ്യൻ ഉക്രൈൻ വാർ ഞാൻ അധികാരത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ മാറ്റുമെന്ന് പറയുകയും അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയും ഒക്കെ ചെയ്തു വന്നിട്ട് അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഗൾഫ് മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുകൂടി വരുന്നത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമാകും. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരു അറ്റാക്ക് നടത്തി അതോടുകൂടി നിൽക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇറാൻ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ 2 വിഭാഗത്തോടും അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഇസ്രായേലിനോടും അതുപോലെ തന്നെ ഇറാനോടും. എന്നാലും ആ വെടിനിർത്തൽ ഏതാണ്ട് അംഗീകരിച്ചെങ്കിലും അത് പൂർണ്ണമായിട്ട് 2 കൂട്ടരും അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കൂടി ഇനി ഇത് വ്യാപിക്കുമോ എന്ന് ഭയക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ 89 ലക്ഷത്തോളം നമ്മുടെ ഇന്ത്യക്കാർ വിദേശ രാഷ്ട്രങ്ങളിലല്ല നമ്മുടെ ഈ ഗൾഫ് മേഖലയിൽ തന്നെ വലിയ തോതിലുണ്ട്. അതിൽ പകുതിയോളം വരുന്നത് നമ്മുടെ മലയാളികളാണ്. അവർക്ക് വലിയ ഭീതിയിലാണ്. നോർമലി തന്നെ ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈം കൂടെയാണ്. ഈ വെക്കേഷൻ ടൈമിന് അവർ പലരും നാട്ടിലേക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് ഫ്ലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്കാണ് ഇന്നലെ ഈ അറ്റാക്ക് വന്നതോടുകൂടി എയർ സ്ട്രിപ്പ് മൊത്തത്തിൽ ഒരു ബാൻ പോലെ വന്നിരിക്കുന്നത്. അപ്പോൾ വ്യോമ അന്തരീക്ഷം ആകെ കലുഷിതമായിരിക്കുന്നു. വ്യോമ താവളങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എയർ സ്പേസ് അടച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അല്ലാതെ തന്നെ ഇന്ത്യക്ക് വലിയ ദോഷം വരുന്നുണ്ട്. നമ്മുടെ ചാബഹാർ പോർട്ടിന് വേണ്ടി നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് $5.75 മില്യൺ നമ്മൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയുടെ 2 സ്ഥാപനങ്ങളാണ്, കണ്ട്ല പോർട്ടും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പോർട്ടും പോർട്ട് ട്രസ്റ്റും ചേർന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതിന് പുറമെ ഇറാനിൽ നമ്മുടെ ഇന്ത്യക്കാർ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഏതാണ്ട് 3 ഡസനോളം പ്രമുഖ കമ്പനികൾ തന്നെ ഇറാനിൽ ഇന്ത്യക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു
പ്രധാന ഏഷ്യൻ കവാടമായിട്ട് നമ്മൾ ചാബഹാർ പോർട്ടിനെയാണ് കണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം അതിനുവേണ്ടി 10 വർഷത്തേക്കാണ് നമ്മൾ ആ ഒരു പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ പ്രധാനപ്പെട്ട പല നിർമ്മിതികളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ നീങ്ങുകയും ആ പോർട്ട് എത്രയും പെട്ടെന്ന് വികസിപ്പിച്ച് നമുക്ക് ഏഷ്യൻ കവാടമായിട്ട് ഏഷ്യയുടെ സെൻട്രൽ ഭാഗങ്ങളിലേക്കും അതിൽ സൗത്ത് ഭാഗത്തെ മൊത്തത്തിലുള്ള നമ്മുടെ യാത്രയ്ക്കുമൊക്കെ വേണ്ടി ഉപയോഗിക്കാനായിട്ട് തുറന്നു കിട്ടുന്നതിന് ഒരു വലിയ ഗുണകരമായിരുന്നു. ഒരുപക്ഷെ ചൈനയും പിന്നെ പാകിസ്ഥാനെയും ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യാതെ തന്നെ നമുക്ക് സുഗമമായിട്ട് മധ്യേഷ്യയിലേക്ക് ട്രേഡ് നടത്താൻ, വൻപിച്ച വ്യാപാരം നടത്തുന്നതിന് സഹായിക്കുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേറൊരു പ്രശ്നമാണ് പിന്നെ ഹോർമോസ് കടലിടുക്ക്. ഏതാണ്ട് ഇന്ത്യയുടെ 45% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോൾ ക്രൂഡ് ഓയിൽ തന്നെ വരുന്നത് അവിടെ നിന്നാണ്. അത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് വളരെ വലുതായിരിക്കും. പെട്രോളിൻ്റെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ഇപ്പോൾ തന്നെ വലിയ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. ഇത് ലോകം മൊത്തം വ്യാപിക്കുന്നതാണെങ്കിലും ഇന്ത്യക്ക് അത് വളരെ വലിയ ഒരു നഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ്. അതായത് നമ്മൾ ലോകത്തെ ഒരു പ്രമുഖ സാമ്പത്തിക ശക്തിയായിട്ട് വളരാനായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വാർ പോലും നമ്മൾ എത്രയും മിനിമം ചെയ്ത് നിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് പവർ, തേർഡ് വേൾഡ് എക്കണോമിക് പവറായിട്ട് നമ്മൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിരുന്നത്. അതിനെല്ലാം തടസ്സം വരുന്ന ഒരു വലിയ ഒരു വൈതരണിയിലേക്കാണ് നമ്മൾ ചെന്ന് ചാടിയിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ ഇറാനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞു. റഷ്യ നമ്മളോട് ചേർന്ന് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ, ചൈന, റഷ്യ അച്ചുതണ്ട് രൂപീകരിക്കേണ്ട ആവശ്യകത പോലും പുടിൻ ഇപ്പോൾ നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എന്തായാലും ഈ യുദ്ധം നീണ്ടുപോകാതിരിക്കാൻ ഇന്ത്യക്കും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് മൊത്തം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പോകുന്ന വിപത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ അവിടെ താമസിക്കുന്ന മലയാളികൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകുന്നതിന് പുറമെ രാഷ്ട്രത്തിന് മൊത്തം വരുന്ന ഒരു വലിയ ലോസാവും. അത് നമുക്ക് താങ്ങാവുന്നതിലേറെയാണ്. തീർച്ചയായും ഓരോ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഓരോ രാഷ്ട്രവും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 12 ദിവസം എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം കാഷ്വാലിറ്റി അവിടെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളില്ല. അതിനപ്പുറം ഉണ്ടായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള നാശനഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അതുപോലും പരിഹരിക്കപ്പെടണമെങ്കിൽ ഇനി എത്ര പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പ് വേണ്ടിവരും എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ അജി കുര്യാക്കോസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അജി കുര്യാക്കോസ്, താങ്കൾ പ്രവാസികൾക്കൊക്കെയും ഇന്നലെ ഒരു ഉറങ്ങാൻ കഴിയാത്ത രാത്രി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഉറ്റവരും ഉടയവരും ഇവിടെയൊക്കെയും വലിയ ആശങ്കയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ വിമാനത്താവളങ്ങളിലൊക്കെ മണിക്കൂറുകൾ ആളുകൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. ജോലി ആവശ്യങ്ങൾക്കായൊക്കെ പോയവർക്ക്, അങ്ങനെ പോലും അത്യാവശ്യങ്ങൾക്കൊക്കെ പോയവർക്ക് യാത്ര മുടങ്ങി ഉള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ഭയപ്പാടൊക്കെ ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഇന്നിപ്പോൾ വെടിനിർത്തൽ നിങ്ങൾക്കൊരാശ്വാസം, അങ്ങനെ ഒരു ആശ്വാസ ഫീലിംഗ് ആണോ നൽകുന്നത് അജി? ഗൾഫ് മേഖലയിൽ മറ്റൊരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉടലെടുക്കുന്നു. കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വിഷയം മാത്രമായിട്ടായിരുന്നു അത് മുന്നോട്ട് പോയിരുന്നത്. പെട്ടെന്ന് വളരെ പൊടുന്നതിന് തന്നെ അതിനകത്തേക്ക് ഖത്തറിലേക്ക് മിസൈലുകൾ വരുന്നു എന്നുള്ള വാർത്ത പടക്കുന്നു. പിന്നെ നമുക്കറിയാലോ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു വാർത്ത വന്നാൽ അത് വളരെ ഭീകരമായിട്ട് ചിത്രീകരിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ധാരാളം ഉള്ളതുകൊണ്ട് പലപ്പോഴും പെട്ടെന്ന് അങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ പേടിച്ചു പോയി. അത് സത്യം തന്നെയാണ് എല്ലാവരും. അപ്പോ ആ പേടിയുടെ ഒപ്പം തന്നെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം, കുറച്ചു കാലമായിട്ട് എയർ ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള അതല്ലെങ്കിൽ കേരളത്തിലേക്കും ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന വിമാനങ്ങളെല്ലാം പിൻവലിക്കുകയും 20-30 വിമാനങ്ങൾ നിർത്തലാക്കുകയൊക്കെ ചെയ്ത സമയത്ത് എയർ ഇന്ത്യയെ സംബന്ധിച്ച് മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ ഒരു തേങ്ങ വീണൊരവസ്ഥയായി. അപ്പൊ അവരെല്ലാവരും അതോടുകൂടിയിട്ട് മൊത്തം ഫ്ലൈറ്റുകളും നിരോധിച്ചു. ആളുകൾ ആകെ പരിഭ്രാന്തരായി. നാട്ടിൽ എത്തേണ്ട ആളുകൾ പരിഭ്രാന്തരായി. നാട്ടിലുള്ളവർ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നു. പലരും എത്രയും പെട്ടെന്ന് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ നാട്ടിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. അത്തരം പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. കാരണം യുഎഇനെ സംബന്ധിച്ച് കുവൈറ്റ് വാർ നടന്നിരുന്നു. ആ കുവൈറ്റ് വാറിൽ ഒത്തിരി
സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ജോലി സംബന്ധമായും പല ആളുകൾക്കും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഒരു വളരെ ശാന്തമായി ജീവിക്കുന്ന, വളരെ ശാന്തമായി സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ ഈ രാജ്യത്തെ കുറിച്ച് യുദ്ധം എന്ന് പറയുന്നത് പോലും തന്നെ അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അടുത്തത് UAE എന്നൊക്കെ തന്നെയാണ് പലർക്കും. UAE-യിലും അമേരിക്കയുടെ ബേസ് ഉണ്ട്. അപ്പോൾ ഇറാൻ UAE ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ പരിഭ്രാന്തപ്പെട്ട് നിൽക്കുന്ന ആൾക്കാര്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആളുകൾ നാട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് ഇന്നും കൂടെ ഉള്ളൂ, ഇന്നും നാളെയും കൂടെ ഉള്ളൂ സ്കൂൾസ് എല്ലാം. അത് കഴിഞ്ഞാൽ സ്കൂൾസ് ഒക്കെ ലോങ് ടേം ഒരു അവധിയാണ്. അപ്പൊ അതിലേക്ക് പോകാനായിട്ട് ആൾക്കാർ തയ്യാറെടുക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു. അത് മാളുകളിലാണ്. അപ്പൊ അടുത്തത് UAE-യിലേക്ക് ഇതേപോലെ ആക്രമണം ഉണ്ടാവും, മിസൈലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു പരിഭ്രാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ രാത്രി എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ വളരെ ദൈവം സഹായിച്ച് മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ യുദ്ധം സമാനമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മള് മുക്തിയായി. അപ്പോ അതിന് രാജ്യങ്ങളിലെ നേതാക്കളോട്, ഈവൻ UAE-യിലെ നേതാക്കളോട്, ഖത്തറിലെ നേതാക്കളോട്, അവരെല്ലാം പരസ്പരം ഒത്തുചേർന്ന് പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. കാരണം എയർ ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, എയർ ഇന്ത്യയുടെ ഒരു അവസ്ഥ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അപ്പൊ വിമാനയാത്രയാണ് ഇതിനകത്ത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഇത് 3-4 ദിവസത്തേക്ക് അതിന്റെ താളം മൊത്തം തെറ്റിക്കിടക്കുകയാണ്. ആ ക്രമം മൊത്തം പോയി. ഇനി ആ ക്രമത്തിലേക്ക് തിരിച്ചു വരാനും ആ ട്രാക്കിലേക്ക് തിരിച്ചു വരാനും ഒത്തിരി സമയമെടുക്കും. പ്രവാസികൾ യുദ്ധം എന്നുള്ള ഭീതിക്ക് ശേഷം വരാൻ പോകുന്നത് വിമാനത്താവളത്തിലേക്ക് അവർ പോകുന്നതും വിമാനത്താവളത്തിൽ അവർ കെട്ടിക്കിടക്കുന്നതും, അതിനെല്ലാം ഇനി പറയാൻ പോകുന്ന ഒറ്റ ഉത്തരം യുദ്ധം എന്നുള്ളതാണ്. അപ്പൊ യുദ്ധം ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ യുദ്ധം നടന്നിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇനി ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത്. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ഇനി വിമാനങ്ങൾ വൈകാനുള്ള ഇടയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പ്രവാസികളെ സംബന്ധിച്ച്, നമ്മൾ യാത്ര പോകുന്നവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിമാനത്താവളത്തിലേക്ക് വിളിച്ചു ചോദിച്ച് വിമാനത്താവളത്തിൽ വിമാനം പുറപ്പെടുന്ന സമയം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് പോവുക എന്നുള്ളത് അവിടെയാണ്. ശരി, എന്തായാലും ഇപ്പോൾ യാത്ര മുടങ്ങിയതും മറ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളും ഒക്കെയാണ് പ്രവാസികളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കിയ കാര്യം എന്നതാണ് മനസ്സിലാകുന്നത്. ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഖത്തർ ഞെട്ടൽ രേഖപ്പെടുത്തി. കാരണം അപ്രതീക്ഷിത സമയത്തായിരുന്നു ഇത്തരമൊരു സൈനിക നീക്കമുണ്ടായത് എന്ന തരത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം, സുരക്ഷിത ഇടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നതായിരുന്നു എംബസിയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. നിങ്ങൾക്ക് ഇന്റേണലായി ഇപ്പോൾ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മേഖല സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ എംബസിയുടെ ഭാഗമായോ രാഷ്ട്രങ്ങളുടെ ഭാഗമായോ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെ മുൻകരുതലുകൾ ഉണ്ട് അവിടെ? ഞാനുള്ളത് ബഹ്റൈനിലാണ്. ഇന്നലെ സെയിം ടൈമില് 7:37 അലാറം വന്നു. കാരണം മിനിഞ്ഞാന്ന് അമേരിക്കയുടെ ആക്രമണം ഇറാനിൽ നടന്ന ശേഷം പൊതുവെ ഈ മേഖലകളിൽ തിരികെ ഇറാന്റെ ആക്രമണം അമേരിക്കൻ ബേസിൽ ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനത്തിന് ശേഷം കുറച്ചൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ പകലോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ മാറി. അതായത് മിനിസ്ട്രീസിൽ നിന്ന്, ഇവിടെ ഗവൺമെന്റ് വളരെ അലേർട്ടാണ്. അപ്പോ എല്ലാവരുടെയും രജിസ്റ്റേർഡ് മൊബൈലുകളിലേക്ക് മെസ്സേജുകൾ അയക്കുക. പബ്ലിക് അലാം സിസ്റ്റം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ട്രാഫിക് പോലീസ് സംവിധാനങ്ങൾ എല്ലാം ഈ പ്രധാനപ്പെട്ട റോഡുകളിലും ഉണ്ട്. അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം എല്ലാവരുടെയും മൊബൈലുകളിലേക്കും അവരവരുടെ ഓഫീസുകളിലും അങ്ങനെയെല്ലാം കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അപ്പൊ ഇന്നലെ പകല് സ്ഥിതിഗതികൾ സാധാരണ നിലയിലായി. നേരത്തെ മിനിഞ്ഞാന്ന് ഈ പ്രശ്നം ഉണ്ടായപ്പോ ഓഫീസുകളൊക്കെ, ഗവൺമെന്റ് ഓഫീസുകളും എല്ലാം 70% ആൾക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി. സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചു. അടയ്ക്കാത്തതെല്ലാം ഓൺലൈനാക്കി. ഇങ്ങനെല്ലാം ചെയ്തു വെച്ചിരുന്നിടത്ത് ഇന്നലെ പകല് അനൗൺസ്മെന്റ് വന്നു, എല്ലാം നോർമലായി. ഇന്ന് മുതൽ എല്ലാം വീണ്ടും റെസ്യൂം ചെയ്യുന്നു. അങ്ങനെ എല്ലാ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു 7:30 കഴിഞ്ഞപ്പോ, 7:37 പ്രിസൈസ്ലി, ആ സമയത്ത് രാജ്യത്തെ എമ്പാടും വൻ രീതിയിൽ അലാം മുടങ്ങാൻ തുടങ്ങിയത്. കാരണം ജനങ്ങളെല്ലാവരും, മിക്കവാറും എല്ലാവരും പുറത്തായിരുന്നു ആ സമയത്തൊക്കെ. ഞാനും അതേ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വലിയ അലാം വരുന്നു. അത് ഒന്നല്ല, 3 തവണ തുടരെ വന്നു. അപ്പൊ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവരെല്ലാം, രാജ്യത്തിന്റെ ഷെൽട്ടറുകളെല്ലാം നേരത്തെ പ്രഖ്യാപിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മോളുകളിലെയും എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെയും സെക്യൂരിറ്റി ഗാർഡുകൾ, അവർക്കെല്ലാം ഉള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങളെ എല്ലാം പ്രധാന നിരത്തുകളിൽ നിന്ന് മാറ്റി പബ്ലിക്കിൽ ഉണ്ടായിരുന്നവരോടെല്ലാം ഉള്ളിൽ പോകാൻ പറഞ്ഞു, അണ്ടർഗ്രൗണ്ടിൽ പോകാൻ പറഞ്ഞു.
അങ്ങനെ നിന്നു. പിന്നീട് മനസ്സിലായത് മിനിസ്ട്രിയുടെ മെസ്സേജുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബഹ്റൈന്റെ ആകാശത്തുകൂടി അൺഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ്, അത് മിസൈല് പാഞ്ഞതാണോ ഖത്തറിലേക്കെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഇത് പാഞ്ഞപ്പോഴാണ് ഇവിടെ അലേർട്ട് വന്നത് എന്ന് നമ്മൾ അറിഞ്ഞു. കാരണം ബഹ്റൈൻ അറിയാം, US-ന്റെ 18 ബേസുകളില് അവരുടെ നാവികസേനയുടെ ആസ്ഥാനം, 6ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റൈനാണ്. ബഹ്റൈൻ വളരെ ചെറിയൊരു രാജ്യമാണ്, 750 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അതിന്റെ തന്നെ ഏറ്റവും കണ്ണായ ഒരു സ്ഥലത്താണ് ഇത് ഉള്ളത്. അപ്പൊ അവിടെ ലാക്കാക്കി ഒരു അടി വരിക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് രാജ്യത്തെ എല്ലായിടത്തും ഇമ്പാക്ട് ഉണ്ടാവും. മാത്രമല്ല ഇവിടെ വളരെ ജനസംഖ്യ വളരെ കൂടുതലുണ്ട്. അത് 16 ലക്ഷമേ ഉള്ളൂ ഇത്രയും ചെറിയൊരു സ്ഥലത്തെങ്കിലും. ഉള്ള സ്ഥലത്ത് പകുതി ഭാഗം ഡെസേർട്ടും ബാക്കിയുള്ള വളരെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള, കാഷ്വാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതോറിറ്റീസ് വളരെ അലേർട്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ. പക്ഷെ ആ ഒരു സമയം വലിയ പരിഭ്രാന്തി, ജനങ്ങൾ റോഡിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ കുറെ ഓടുകയും വണ്ടികളെല്ലാം പെട്ടെന്ന് പരിഭ്രാന്തരായിട്ട് മെയിൻ റോഡുകളിൽ നിന്നൊക്കെ മാറുകയൊക്കെ ചെയ്തെങ്കിലും തുടരെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എല്ലാം ക്ലിയർ ആയി. ഏകദേശം 9 മണിയായപ്പോഴത്തേക്ക് വന്നു ബഹ്റൈൻ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ എല്ലാം. അതേ സമയത്ത് തന്നെ ഇവിടെ വ്യോമപാത അടച്ചു. ഇതേ ഏരിയയിലൂടെ പൊക്കോണ്ടിരുന്ന മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ പൊക്കോണ്ടിരുന്ന വിമാനങ്ങളൊക്കെ എയർപോർട്ടിൽ ഇറക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ 9 മണി കഴിഞ്ഞ് സ്ഥിതിഗതികളിൽ നോർമലായി എന്ന് വന്നു. 10 മണിയായപ്പോഴത്തേക്ക് ഈവൻ എയർ സ്പേസ് വരെ തുറന്നു. വിമാനങ്ങളൊക്കെ വീണ്ടും യാത്രകളൊക്കെ തുടങ്ങി. ഇന്നിപ്പോ പകല് പൂർണ്ണമായും എവറിത്തിങ് ഈസ് ബാക്ക് ടു നോർമൽ ആണ്. ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മിനിസ്ട്രിയുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാം നോർമലാണ്, ഒന്നും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. പ്രിക്കോഷൻസ് എല്ലാം അതേപോലെ ഉണ്ട്. ഗവൺമെന്റിന്റെ അതോറിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ വെടിനിർത്തൽ എന്നൊരു വാർത്തയും കൂടെ കേട്ടതോടുകൂടി നല്ല സമാധാനങ്ങൾ വരുന്നുണ്ട്. ശരി, ഇപ്പോൾ മേഖല സമാധാനത്തിലേക്കാണ്, ബാക്ക് ടു നോർമൽ എന്നതാണ് സിറ്റുവേഷൻ എന്നതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, മറ്റ് അതിഥികളിലേക്കും വരാം. ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ ഈ ആക്രമണത്തിന് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ എല്ലാം ഇതിനെ അപലപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അറബ് ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട്. GCC രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സമ്മർദ്ദമാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും സംഘർഷം ഉണ്ടെങ്കിൽ അതിൻ്റെ വെടിനിർത്തൽ വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതൊരു പ്രിമച്വറായി പോയി എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കാരണം കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം അല്ലെങ്കിൽ പ്രഖ്യാപിക്കാതെ ഒരു എടുത്തുചാട്ടം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ? വീണ്ടും ആക്രമണം ഉണ്ടായി എന്നൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കാനും പിന്നീട് വീണ്ടും വെടിനിർത്തൽ അനൗൺസ്മെന്റിന് ശേഷവും മേഖല സംഘർഷത്തിലേക്ക് പോകുന്നു എന്നൊരു ഭയപ്പാടുണ്ടാക്കാനും ഒക്കെയുള്ള ഒരു കാരണം അതാണ് എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കുകയാണ് ആ രാഷ്ട്രത്തിന്, അതുപോലെ തന്നെ ലോകത്തിന് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്നത് അമേരിക്ക ഫസ്റ്റ് എന്നാണെങ്കിലും ട്രംപിൻ്റെ മുദ്രാവാക്യം ഐ ആം ഫസ്റ്റ് എന്നുള്ളതാണ്. ഈ ലോകത്ത് എന്ത് നടന്നാലും അത് ഞാനായിരിക്കണം പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് ഇതേ അബദ്ധം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനും വെടിനിർത്തൽ അദ്ദേഹം അങ്ങ് കയറി പ്രഖ്യാപിച്ചു. ഇപ്പോൾ കിടന്ന് ആക്രോശിക്കുകയാണ്, ഇറാനോട് ആക്രോശിക്കുന്നു, ഇസ്രായേലിനോട് ആക്രോശിക്കുന്നു, നിർത്താൻ പറഞ്ഞിട്ട് നിർത്താത്തത് എന്താന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബ് തിരിച്ചു വിളിക്കൂ. അതെ, അത് വളരെ തമാശകരമായിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണവും. ബോംബ് തിരിച്ചു വിളിക്കണം, അല്ലെങ്കിൽ മിസൈലുകൾ തൊടുത്തതിനെ തിരിച്ചു വിടണം എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആക്രോശം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം ഒരു ആക്ഷേപ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു. പക്ഷേ എന്ത് വന്നാലും നമുക്കിത് സഹിച്ചേ പറ്റുള്ളൂ. കാരണം ലോകത്ത് ഒരു 2 ചേരികളുണ്ടായിരുന്ന, 2 ശക്തികളുണ്ടായിരുന്നത് നശിച്ചുകൊണ്ട് ഒരു ശക്തി മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വേറൊരു ശക്തിക്കായിട്ട് റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്ന് വരണമെന്ന് പുടിൻ ഇപ്പോൾ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാവുമെന്നറിയില്ല. എന്തായാലും ഒരു ലോകത്ത് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അരിഷ്ടതാവസ്ഥ സംഭവിക്കുമ്പോൾ പിടിച്ചു നിർത്താനായിട്ടൊരു രാഷ്ട്രീയ കൂട്ടായ്മ, ഒരു ശക്തമായ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ, അതാണ് അത്യാവശ്യമായിട്ടുള്ളത്. അത് വരാത്തതാണ് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇത്ര നീണ്ടുപോകാൻ കാരണം. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തന്നെ US-ന് 2 കൊടുക്കണം എന്നുള്ളത് ഇറാൻ്റെ ഒരു തിയറിയും കൂടെയായിരുന്നു. കാരണം
ഞങ്ങളുടെ ഇവിടെ വന്ന് ഈ B2 ബോംബറുകളൊക്കെ വിക്ഷേപിച്ചിട്ട് അവരെങ്ങനെ ചുമ്മാതെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ എങ്ങനെയെന്ന് കൂടി ഇറാൻ ഒരു ചിന്ത. അതാണ് ഇറാന് മുന്നിൽ ഭയപ്പെട്ടോ അമേരിക്ക എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഇങ്ങനെ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ ഇത് അമേരിക്കയെ പോലും അറിയിച്ചുകൊണ്ട് നടത്തിയ ഒരു മുന്നറിയിപ്പ് എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലേ? അത് അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും അമേരിക്കയ്ക്ക് ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ, ഈ ബേസ് എന്ന് പറയുന്നത് അവിടെ വലിയൊരു വാർ സജ്ജീകരണങ്ങളൊന്നും ഇപ്പം തന്നെ ഇല്ല. കുറേ പട്ടാളക്കാരും ചെറിയ സംവിധാനങ്ങളും ഉണ്ടെന്നല്ലാതെ പെട്ടെന്നൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഇനിയും ഒരുപാട് ആയുധങ്ങൾ US-ൽ നിന്ന് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ അത്തരത്തിൽ ഇറാനെ വളഞ്ഞിട്ടടിക്കുന്ന ഒരു ആക്രമണത്തിനൊക്കെ തന്നെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കപ്പൽപ്പടകളൊക്കെ വന്ന് നിൽക്കുന്നെങ്കിലും അതുമെല്ലാം മിസൈലുകൾ വർഷിക്കാനോ അല്ലെങ്കിൽ ബോംബറുകൾ വർഷിക്കാനോ ഒക്കെ മാത്രം ഉപകരിക്കുന്നതാണ്. ഈ ബേസിലേക്ക് അറ്റാക്ക് വന്നാൽ അവിടുന്ന് തിരിച്ച് അറ്റാക്കിനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമല്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇറാന് കുറേ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ പെട്ടെന്നൊരു തിരിച്ചടി നടത്തി US-നെ ഒന്ന് വിരട്ടിയത്. അപ്പോൾ തന്നെ വെടിനിർത്തലിന് പ്രഖ്യാപനം വന്നു. എന്തായാലും പൊതുവെ ഒരു വെടിനിർത്തലിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാന് ചുറ്റും കിടക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാനോടൊരു അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിലേക്ക് പ്രവർത്തിപ്പോയി. അത് ഇറാന് നല്ലതല്ലെന്ന് ഇറാനും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അവർ ബഹ്റിനോടാണേലും ഖത്തറിനോടാണേലും എല്ലാം പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, എയർ ബേസുകൾ US എയർ ബേസുകളാണ്, അല്ലാതെ നിങ്ങളാരും ഞങ്ങളുടെ ശത്രുക്കളല്ല, നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു ഞങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ എന്ത് നടത്തിയാലും അത് ഞങ്ങളെ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം അങ്ങോട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലും നടന്ന ചർച്ചകൾ. ഈ രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗൾഫ് മൊത്തം കലുഷിതമാവുകയും അവിടുത്തെ ജീവിതം തന്നെ അസഹനീയമാവുകയും അവിടുത്തെ എല്ലാവിധ നോർമൽ ആക്ടിവിറ്റി പോലും സ്റ്റാൻഡ് സ്റ്റില്ലാവുകയും ചെയ്യുന്ന അവസ്ഥ വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ സ്കൂളുകളൊക്കെ 2 ദിവസം മുതൽ ചിന്തിച്ചു തുടങ്ങിയാണ്, സ്കൂളുകളൊക്കെ ഓൺലൈൻ ആക്കണോ, പണ്ട് കോവിഡിന് വന്ന പോലെ ഓൺലൈൻ സ്കൂൾ സംവിധാനം വേണോ എന്നൊക്കെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആ രാജ്യത്തുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയാണ്. വർക്ക് ഫ്രം ഹോം പലയിടത്തും നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ ആ ഗ്രോത്തിനെ, അവരുടെ നമുക്കറിയാം കോവിഡ് സമയത്ത് നമുക്കത് നിവർത്തിയില്ല, അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇത് മനുഷ്യനിർമ്മിതമെന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത ഒരു സ്വയംകൃതാനർത്ഥം പോലെ വന്നിരിക്കുന്ന ഒരാപത്താണ് ഇത്. പശ്ചിമേഷ്യയെ മൊത്തം ബാധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അജി നേരത്തെ പറയുണ്ടായി ഈ ഗൾഫിൽ നിന്ന് വരുന്നവരുടെ ബുദ്ധിമുട്ട്. ഈ വെക്കേഷൻ സമയത്ത് ഇതൊരു നിരന്തര ബുദ്ധിമുട്ടാണ്. യുദ്ധമില്ലെങ്കിൽ പിന്നെ റേറ്റ് കൂട്ടിക്കൊണ്ട് വാങ്ങിക്കുന്നു, യുദ്ധമുണ്ടെങ്കിൽ ഇനി ഇതിനേക്കാൾ കൂടുമെന്നാണ് പറയുന്നത്. ഒരു ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഓപ്പൺ ആയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് അങ്ങോട്ട് ഷൂട്ടപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ. ഇനി ഇത് തുടർന്നുകൊണ്ടിരിക്കാനാണ് ഭാവം. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നോർക്കെ അടക്കമുള്ളവർ പിന്നെ പ്രവാസികൾക്ക് വേണ്ടി രംഗത്തിറങ്ങണം. ഇന്ത്യ ഗവൺമെൻറ്റുമായി ചേർന്ന് എയർ ഇന്ത്യയോ ആരാണ് അനുയോജ്യമായത് അവരെ ഉൾപ്പെടുത്തി ചാർട്ടേഡ് ആയിട്ട് ഫ്ലൈറ്റുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ യുദ്ധം അവസാനിച്ചാൽ നമ്മുടെ മലയാളികൾക്കുണ്ട് ഇനി അവരെ കൊള്ളയടിക്കാതിരിക്കാൻ, ഇപ്പോൾ തന്നെ അവരുടെ എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടാണ്, അവരെ കൂടുതൽ കൊള്ളയടിക്കാതിരിക്കാനായിട്ട് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കുറച്ച് ഏർപ്പെടുത്തി അവരുടെ ഈ കാലഘട്ടത്തിലെങ്കിലും അവരുടെ ഈ വൈഷമ്യം മാറ്റാനായിട്ട് ശ്രമിക്കണം. അതിന് ഇന്ത്യ ഗവൺമെൻറ്റിനെ കേരള ഗവൺമെൻറ് പ്രേരിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും. ശ്രീ ഐസക് ജോൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ വാഹിദിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ഐസക് ജോൺ, ഇവിടെ ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഉണ്ട്. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ടിടപെട്ടതോടുകൂടി തന്നെ ആ മേഖലയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഖത്തറിൽ നടപ്പിലായി. അതിനുശേഷം മേഖലയാകെ ആശങ്കയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ വെടിനിർത്തൽ എന്തായാലും വന്നിരിക്കുകയാണ്. ഇനി ഒരു എസ്കലേഷൻ ഉണ്ടാകില്ല എന്ന് കരുതാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണോ? ഗൾഫ് രാഷ്ട്രങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇറാൻ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിൽ ഒരു എസ്കലേഷനിലേക്ക് പോകാതെ കാര്യങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇതിനകത്ത് ഇത് അമേരിക്ക എഴുതിയ അല്ലെ US-ഉം ഖത്തറും കൂടെ എഴുതിയ ഒരു തിരക്കഥ, ഇറാൻ്റെയും കൂടെ ഉള്ള അറിവോടുകൂടി ചെയ്ത ഒരു തിരക്കഥയുടെ അതിൻ്റെ ഒരു എൻഡായിരുന്നു നമ്മളെ കണ്ടത് ഈ സീസ്ഫയർ. അതായത് US പ്രതീകാത്മകമായിട്ട് ഇറാൻ US-നെ അറ്റാക്ക് ചെയ്യാനുള്ള അനുമതി US-നോടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. ഇതൊക്കെയുള്ള അത് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമല്ലേ. ഇവിടെ US ഭയന്ന് ഓടിയെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു.
അവർ തമ്മിലുള്ള യുദ്ധം തുടങ്ങി യു എസിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒബ്ജക്റ്റീവ് അവർ സാധിച്ചെന്ന് അവർ വിശ്വസിക്കുന്നു. അതാണല്ലോ B-2 ബോംബർ കൊണ്ടുവന്ന് അവരുടെ 3 ന്യൂക്ലിയർ കാര്യങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് നശിപ്പിച്ചു എന്ന് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിന് ബദലായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൽ ഏറ്റവും വലിയ എയർബേസാണ്. ആ എയർബേസിൽ പോയി ഇവർ 14 മിസൈൽ തൊടുത്തു വിട്ടു. അതിൽ 13 എണ്ണം പിന്നെ അവർ പ്രതിരോധിച്ചു. അവിടെയുണ്ട് ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അവിടെയുണ്ട്, ഖത്തറിലും ഉണ്ട്, എയർബേസിലുണ്ട്. അവിടെ ശക്തമായി പ്രതിരോധിച്ചു. അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ ഇവിടെ അഭിനന്ദിക്കുന്നു, നിങ്ങളോട് നന്ദി പറയുന്നു. അത് ഇറാനോട് പറയുകയാണ്, നിങ്ങൾ മുൻകൂട്ടി അറിയിച്ചത്. അപ്പം ഇറാനെ സംബന്ധിച്ചുള്ള അവരുടെ ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട അവരുടെ ആവശ്യമാണ്. ഈ യുദ്ധത്തിന് ഞങ്ങൾ തോറ്റിട്ടില്ല, ശക്തമായ തിരിച്ചടി, അമേരിക്ക പിന്നോട്ടോടി, അവരെന്ത് പറഞ്ഞാലും ഇതാണ് ഈ തിരക്കഥയാണ് അവിടെ തീർച്ചയായും ഖത്തറിനെയും അറിയിച്ചു. ഖത്തർ വ്യോമത്താവളം അതിനു മുൻപ് തന്നെ അടയ്ക്കുകയും ചെയ്തു. ഇനി പിന്നെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവരുടെ താവളങ്ങളിൽ വന്ന് ഇറാൻ അടിക്കാനും. ഈവൻ ഇറാൻ തന്നെ അറിയാം, ഏതെങ്കിലും ഒരിടത്ത് പോയി അടിച്ചു കഴിഞ്ഞാൽ ഇറാനോടുള്ള എപ്പോഴെങ്കിലും ഒരു സൗഹൃദം പുലർത്തുന്ന 2 ഗൾഫ് രാജ്യങ്ങളുണ്ട്, വളരെ കൂടുതൽ സൗഹൃദം പുലർത്തും. ഒന്ന് ഒമാനും ഒന്ന് ഖത്തറുമാണ്. അവർ പോലും GCCയുടെ ആ യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇറാനെതിരെ തിരിയും. അപ്പോൾ ഇറാൻ വീണ്ടും അവരെ ഏലിനേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരെ ശത്രുപക്ഷത്തെ കൊണ്ടുപോകണമെന്നോ ഇറാൻ ആഗ്രഹമില്ല തൽക്കാലം. കാരണം ഇറാൻ ഇപ്പോൾ ഏകദേശം ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അവരുടെ ഏറ്റവും കൂടുതൽ അവരോടുണ്ടായിരുന്ന സിറിയയിലെ ഭരണകൂടം മാറി. അതുപോലെ തന്നെ ഹൂത്തീസിനെ പോലും അവരുടെ ഇറാഖിലുള്ള യമനിലുള്ള ഒരു പ്രോക്സിയാണ്, അവരെ പോലും US ന്യൂട്രലൈസ് ചെയ്തു. അവരുമായിട്ട് ഒരു സന്ധി സംഭാഷണം നടത്തി. അപ്പോൾ അങ്ങനെ പിന്നെ ഹെസ്ബോളയുടെ ശക്തി ക്ഷയിച്ചു, ഹമാസിനെ നിർവീര്യമാക്കി. അങ്ങനെ ഇസ്രായേലിനുള്ള യുദ്ധത്തിൽ ഇറാൻ്റെ പല പ്രോക്സികളും ഇറാൻ്റെ പല പ്രഹരശേഷിയും ഏകദേശം ഒരുമാതിരി നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഇറാൻ്റെ ആ പടപ്പോക്കുകൾ ഇപ്പോഴും ഉണ്ട്. 50% മിസൈലുകൾ ഇപ്പോഴും അവരുടെ സ്റ്റോക്ക് ബൈയിലുണ്ട്. പക്ഷേ അവർക്ക് അത് തൊടുത്തുവിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നാശം വിതയ്ക്കാനായിട്ട് ഇസ്രായേലിനും US കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ആ മിഷൻ അക്കംപ്ലിഷ്ഡാണ്. അവർ വർഷങ്ങളായിട്ട് കാത്തിരുന്നതാണ്. കാരണം ഈ ന്യൂക്ലിയർ ട്രീറ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇവർ ഈ പല പ്രാവശ്യമുള്ള ഇന്റർനാഷണൽ UN ഏജൻസിയെ മറികടന്ന് അവരുടെ നിയമങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 60% ആയി. ഇനി ഒരു 30% ഉണ്ടെങ്കിൽ അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത് പ്രിയെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് എഫർട്ടാണ്. അതിനെ ഇത്രയും നാളും US ഇസ്രായേലിനെ വിലക്കിക്കൊണ്ടിരുന്നു, കയറി അടിക്കരുത്. കാരണം അതിനുള്ള സമയമായിട്ടില്ല. അവസാനം ട്രംപ് 60 ദിവസത്തെ അൾട്ടിമേറ്റം കൊടുത്തു. ഇറാൻ്റെ ഒക്കെ പറഞ്ഞു, നിങ്ങൾ ഇത് നിർത്തിവെക്കുക, UN ഇൻസ്പെക്ഷൻ ഏജൻസിക്ക് അത് തുറന്ന് കാണിച്ചു കൊടുക്കുക. 60 ദിവസം സമയം തരുന്നു. 61ാമത്തെ ദിവസം അവർ ട്രംപിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ അറ്റാക്ക് തുടങ്ങിയത്. അങ്ങനെ 12 ദിവസത്തെ യുദ്ധം നീണ്ടു നിന്നു. അവസാനം അവരുടെ മിഷൻ, അവരുടെ ഒബ്ജക്റ്റീവ്സ് ഏകദേശമൊക്കെ പിന്നെ പൂർത്തീകരിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നു. ഇസ്രായേലും US വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സീസ്ഫയറിന് തയ്യാറായത്. മാത്രമല്ല അതുമൂലം ഗൾഫ് രാജ്യങ്ങളിലെ ഇതിലേക്ക് വലിച്ചഴക്കാനായിട്ട് ഉള്ള ഒരു സന്ദർഭവും ഒഴിവാക്കി. ഇത് മാത്രമല്ല ഇറാന് മുഖം രക്ഷിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. അവരുടെയൊക്കെ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പണ്ടും അത് ചെയ്തിട്ടുണ്ട്, 14 മിസൈലോ 20 മിസൈലോ അടിച്ചോളൂ, അതോടുകൂടി നിർത്തിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അതല്ല ഇറാനെ പേടിച്ചു പോയെന്നൊക്കെ ആരോ ഇവിടെ പറയുന്നത് കേട്ടു. അത് പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. US അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. ആ പ്രിസിഷൻ സ്ട്രൈക്ക് അവർ സാധിച്ചു. പക്ഷേ ഇറാൻ്റെ യുറേനിയത്തെ കൈവെക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വയ്യ. കാരണം അവരുടെ 409 കിലോഗ്രാം മാത്രമുള്ള എൻറിച്ച് യുറേനിയം ഓർഡർ ചെയ്തിരിക്കുന്നത്. 10 ബോംബ് ഉണ്ടാക്കാനേ അതിനുകൊണ്ട് തികയത്തുള്ളൂ. അത് അവർക്ക് നിഷ്പ്രയാസം വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് മാറ്റാൻ കഴിയും. അതിനെക്കുറിച്ചൊന്നും നമുക്കറിയാൻ വയ്യ. വരും ദിവസങ്ങൾ അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഇനിയും എൻ്റെ ഒരു വിശ്വാസം നോക്കുകയാണെങ്കിൽ ശ്രീ ഐസക് ജോൺ, 19 താവളങ്ങൾ, സേനാ താവളങ്ങൾ അമേരിക്കയ്ക്ക് ഗൾഫ് മേഖലയിൽ ഉണ്ട്. അവിടെ ഏതാണ്ട് 40,000-ഓളം സൈനികരുണ്ട്. അതൊരു ആശങ്കയായി തന്നെ നിൽക്കുന്നില്ലേ? നമുക്കറിയാം, ഈ റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഇപ്പോൾ തീരും എന്ന് പറഞ്ഞു. പക്ഷേ എത്ര നാളത് നീണ്ടു നിന്നു, ഇരുപക്ഷത്തും എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയെന്ന് നമ്മൾ കണ്ടതാണ്. ഇറാൻ ഇപ്പോൾ ഇസ്രയേലിന്
അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇറാനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ സാധ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറും അഡ്ജസ്റ്റ്മെന്റ് എന്നത് നിലയിൽ മാത്രം കാണേണ്ട കാര്യമുണ്ടോ? കാരണം അമേരിക്കയ്ക്കും ഇത് നീണ്ടുപോകുന്നത് ഒട്ടും ആശാസ്യകരമായ സാഹചര്യം അല്ലല്ലോ സൃഷ്ടിക്കുക. ഇത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അവർ തമ്മിലുള്ള പ്രോക്സി വാർ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. 4 ചുറ്റും ഇറാന്റെ പ്രോക്സികൾ ഇസ്രായേലിനെ എത്രയോ വർഷമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒക്ടോബർ 7-ന് 2023 ഒക്ടോബർ 7-നാണ് നിലപാട് അവിടെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഇത്രയും മിസൈൽ കൊണ്ടുവന്ന് 1200ഓളം സിവിലിയൻസിനെ ഹമാസ് അടിച്ച് കൊന്നപ്പോഴാണല്ലോ ഇസ്രായേൽ വീണ്ടും ശരിക്കും അങ്ങോട്ടുള്ള അത്ര. അപ്പോൾ ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ ശരിയാണ്. നമ്മൾ പറയും പലസ്തീൻ ജനതയോട് എല്ലാവർക്കും ഇതുണ്ട്. പക്ഷെ അവരെ കുരുതിക്ക് കൊടുക്കുന്നവരാണ് അവരുടെ ലീഡർഷിപ്പ് തന്നെയാണ്. ഹമാസിലെ ലീഡേഴ്സാണ്, ഹെസ്ബുള്ള ലീഡേഴ്സാണ്. ഹെസ്ബുള്ളയിലുള്ള അവിടെയുള്ള പിന്നെ ലെബനനിലുള്ള ആൾക്കാർ എത്രയോ പേരെ കുരുതിക്ക് കൊടുത്തു. അപ്പോൾ അവർ വടി കൊടുത്ത് അടി വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുന്നവരാണ്. ശരി, ഓക്കെ. ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും നമ്മളുടെ ചർച്ചയിലേക്ക്. ശ്രീ വാഹിദ്, ഇപ്പോൾ ഇന്നലെ ആ മേഖലയിൽ ഉണ്ടായ കലുഷിതമായ സാഹചര്യം നേരത്തെയുള്ള ഇറാൻ ഇറാഖ് വാറിലേക്കും ഇറാഖ് കുവൈറ്റ് വാറിലേക്കുമൊക്കെ ആ കാലഘട്ടത്തിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരുന്നു. ഒരു നിമിഷമെങ്കിലും സമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരാശങ്ക നിങ്ങളെ സംബന്ധിച്ചുണ്ടായോ? തീർച്ചയായിട്ടും. ഇപ്പോ ഇവിടെ നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ വലിയ യുദ്ധവൈദഗ്ധ്യമൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും സാധാരണ മനുഷ്യനാണ് ഇരകളാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ എവിടെയെങ്കിലും ആഹ്ലാദമോ അല്ലെങ്കിൽ അവർ ജയിച്ചു ഇവർ ജയിച്ചു, അവർ ഭയപ്പെട്ടു ഇവർ ഭയപ്പെട്ടു എന്നുള്ള വാദഗതികളെല്ലാം തന്നെ അതിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായാലും ഇപ്പോൾ നടക്കുന്നതായാലും എന്താണെങ്കിലും ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം അനുഭവിക്കേണ്ടത് സാധാരണ മനുഷ്യനാണ്. ഇവരുടെ ഈ ലീഡർഷിപ്പിന്റെ ഇത്തരം കോമാളിത്തരങ്ങൾ, ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ കോമാളിയായി അമേരിക്കയുടെ പ്രസിഡന്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോമാളിത്തരത്തിന്റെ പ്രാകൃതമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഇപ്പോൾ നടക്കുന്ന എല്ലാ അപകടകരമായ സാഹചര്യവും. ഏറ്റവും അവസാനം അദ്ദേഹം എന്നിട്ട് ഒരു ജോക്കറെ പോലെ ഇതെല്ലാം ഞാൻ മാറ്റിക്കഴിഞ്ഞു, ഇതെല്ലാം ഞാൻ തയ്യാറായി, ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായപ്പോ അതാ ഞാനിവിടെ എത്തി, സമാധാനം പാലിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർക്ക് കോമാളി കളിക്കാനുള്ള ഒരു ജീവിതമായി എല്ലാ മനുഷ്യന്റെയും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ജീവിതം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ നയതന്ത്ര വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും ലോകത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാവുന്ന ഒരു സമാധാനപരമായ യുദ്ധാന്തരീക്ഷം എന്നാണ് പറഞ്ഞിരുന്നത്. കോൾഡ് വാർ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ആ കാലഘട്ടം. ആ കാലഘട്ടമായിരുന്നു സത്യത്തിൽ സമാധാനപരമായ ഒരു ലോകം ഉണ്ടായിരുന്നത്. അത് മാറി ഏകാധിപത്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, അഹന്തയുടെ വലതുപക്ഷമാണ് ഇപ്പോൾ ലോകത്ത് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചൈനയും റഷ്യയും ഇന്ത്യ ഉൾപ്പെടെയുള്ള സാമൂഹ്യമായി മുന്നോട്ട് നിൽക്കേണ്ട, കാരണം ഈ പ്രാകൃത ചിന്തയെ ഏറ്റവും അധികം ശക്തമായി നയതന്ത്രത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെ നെഹ്റുവിന്റെ കാലഘട്ടം തൊട്ട് തന്നെ ഇന്ത്യ അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും പലസ്തീനെ ഒപ്പം നിർത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരം ഒരു നിലപാടിലേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തുകയും, കാരണം ഇത് ഇന്ത്യയുടെ കൂടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അമേരിക്കയുടെ അല്ലെങ്കിൽ മറ്റ് തെമ്മാടി രാഷ്ട്രങ്ങളുടെ ആക്രമണം അത് തനി ക്രൂരതയാണ്. ആ ക്രൂരതയെ നമുക്ക് അവരുടെ കയ്യിൽ കുറെ കഴിവുകളുണ്ട്, അവർക്കെല്ലാം ചെയ്യാമെന്നും അവർക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടത്താം, അവരുടെ കയ്യിലാണ് അവരുടെ UN, അവർക്ക് ഒന്നിനും പാതയില്ല, അവരുടെ കയ്യിൽ വീറ്റോ പവർ ഉണ്ട്, അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു ലോകാന്തരീക്ഷം നിൽക്കുന്നത് കൊണ്ട് അനുഭവിക്കുന്നത് സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണിച്ച ആക്രമണത്തിന് സാധാരണ മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ കുവൈറ്റ് വാർ ഉണ്ടായപ്പോൾ ഇവിടെ പ്രവാസികൾ അനുഭവിച്ചതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ആശങ്കരാണ്. ഈ ലോകത്തിലെ ഈ അനീതിക്കെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ
ഒരു എതിർചേരി ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഈ ആഭാസകരമായ ആപൽക്കരമായ ആക്രമണം, കാരണം ഇത് ഒരു ലോകത്ത് ഏതോ രാജ്യത്ത് നടക്കുന്ന അപകടം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ്. എന്തൊരു ദുരന്ത അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാജ്യങ്ങളിൽ പോലുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്, എന്നാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഒരു ദിവസം നമ്മുടെ ഈ വിമാനം യാത്ര എല്ലാം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. ഇതിന് ആരാണ് ഉത്തരവാദി? അപ്പൊ ഉത്തരവാദിത്തം ഈ ഏകാധിപത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഇത്തരം ഒരു ബഹുസ്വരമായ അല്ലെങ്കിൽ ഒരു എതിർബിംബം ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ച് ചൈന, സത്യത്തിൽ ചൈനയുടെ ഒക്കെ തന്നെയുള്ള ഒരു യഥാർത്ഥമായ സൗകര്യം അവർ ഉപയോഗിക്കുകയാണെങ്കിൽ, അവർ സത്യത്തിൽ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ വേണ്ടത്ര രീതിയിൽ ഇടപെടാത്തത് കൊണ്ടാണ്. അവർ യഥാർത്ഥത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഹന്തയ്ക്കൊക്കെ തന്നെ തീർച്ചയായും വലിയ സമ്മർദ്ദം ചൈനയുടെ ഭാഗത്തു നിന്നായാലും റഷ്യയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പലതരത്തിലുള്ള ഇടപെടലുകൾ നയതന്ത്ര തലങ്ങളിൽ നടക്കുന്നുമുണ്ട്. തിരിച്ചെത്താൻ ഞാൻ സമയമുണ്ടെങ്കിൽ ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് നോക്കിയാൽ അതിന് പ്രവാസികൾ ഈ നാട്ടിലേക്ക് അയക്കുന്ന മണി എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രമാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന രാഷ്ട്രമാണ്. അപ്പോൾ ആ മേഖലയിൽ അത്രയധികം മനുഷ്യ സമ്പത്ത് ഉള്ള രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ അവിടെ ഒരു കലുഷിതമായ സാഹചര്യം ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ മുന്നോട്ട് പോക്കിനെ വലിയ രീതിയിൽ ചലിപ്പിക്കുന്നതാണ്. പല ഘട്ടങ്ങളിൽ നമുക്കത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യവുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വെടിനിർത്തൽ ശാശ്വതമായി പോകും, ഇനി സമാധാന മേഖലയിൽ നിൽക്കും. മാത്രവുമല്ല, ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ അവർ ഈ അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങളിൽ കെട്ടുപിണഞ്ഞു നിൽക്കുന്നു. വ്യാപാരവും നയതന്ത്രപരവുമായ ഒക്കെയുള്ള കെട്ടുപാടുകളുണ്ട്. അപ്പോൾ പുതിയ ഒരു ലോകക്രമത്തിൽ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള എസ്കലേഷനുകൾ ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചും ഒരു ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതും മുന്നോട്ട് പോകാനൊരു ഊർജം നൽകുന്നതുമാണോ? ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും പ്രവാസികളെ സംബന്ധിച്ച് അത് വളരെയധികം മാനസിക പ്രയാസവും സാമ്പത്തിക പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എസ്പെഷ്യലി ഇവിടെ ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഒരു സമയത്ത്, മിഡിൽ ഈസ്റ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുള്ള ഏതെങ്കിലും രാജ്യത്ത് ഇത്തരം യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് അത് പ്രവാസികളെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് മാത്രമല്ല, അതിന്റെ വലിയൊരു ആഘാതം കേരളത്തിലെയും ബാധിക്കും. അപ്പോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസം ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്നതൊക്കെ ശരിയാണ്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ ഒരു യുദ്ധം നമുക്കറിയാം. ഇന്ന് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, മുൻപ് എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും, റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതല്ല. ഇന്നത്തെ കാലത്ത് ആധുനിക ലോക ചക്രം തിരിക്കുന്നത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപിനെ പോലുള്ള ആളുകളാണ്. അപ്പൊ അവിടെ അവര് പറയുന്ന അവര് തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ, അമേരിക്ക തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അദ്ദേഹത്തെ നമ്മളെന്ത് കോമാളി എന്ന് വിളിച്ചാലും, അദ്ദേഹം എന്ത് തരം നിലപാടുകൾ ഇല്ലാത്ത ഒരാളെന്ന് വിളിച്ചാലും, പക്ഷെ ജനങ്ങൾക്ക്, അതായത് ലോകരാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരു കോമാളി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണ്ട. പക്ഷെ അത്തരം തീരുമാനങ്ങൾ എടുത്ത് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മിഡിൽ ഈസ്റ്റില് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് എടുത്തു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇസ്രായേലും ഇറാനുമായി നടന്ന ഒരു തർക്കത്തിനിടയിൽ ഒരു മധ്യസ്ഥൻ ആര് എന്നുള്ളത് 12 ദിവസമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരും അതിനകത്തേക്ക് മുൻകൈ എടുത്ത് വരാത്തത് കൊണ്ടാണ് അമേരിക്ക അതിൽ ഇടപെട്ടതും ആ ഒരു യുദ്ധത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. അതില്ലാതെ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. മറ്റു മിസൈലുകൾ ഇട്ടതിന് ശേഷമാണ് അമേരിക്കയുടെ ആ ഇടപെടൽ ഉണ്ടാകുന്നത് എന്ന് കൂടി നമ്മൾ കാണണം. ശ്രീ വേണുഗോപാൽ ഒരൊറ്റ കാര്യം, എന്തുകൊണ്ട് ഇറാനെ ആക്രമിച്ചു എന്നുള്ളത് ഇവിടെ ആരും ഇത് പ്രതിപാദിച്ചതായി കണ്ടില്ല. യുറാനിയം സമ്പുഷ്ടീകരണം, അത് മിസൈൽ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറാൻ ഉപയോഗിക്കുന്നു എന്നുള്ള കൃത്യമായ തെളിവ് ലഭിച്ചത് കൊണ്ടാണല്ലോ അത്തരമൊരു ആക്രമണം നടന്നത്. അതല്ലെങ്കിൽ അത്തരമൊരു ആക്രമണം പക്ഷേ ഈ നിലയിലുള്ള ഒരു ആക്രമണത്തിന് അത് ന്യായീകരണമാണോ എന്നതൊരു സംശയമാണല്ലോ. കാരണം ആണവ രാഷ്ട്രങ്ങൾ തന്നെയാണ് ആക്രമണം നയിക്കുന്നതും. ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മിഡിൽ ഈസ്റ്റിനെ ഇത് ബാധിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം സൂചിപ്പിച്ചു. ഇതിപ്പോൾ കടലിടുക്ക് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാലും, അവിടുത്തെ ഗൾഫ് മേഖലയിൽ യുദ്ധം വ്യാപിച്ചാലും ഒക്കെ
അത് എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കും. ഇന്ത്യയെ വളരെ കൂടുതലായി തന്നെ ബാധിക്കും, മലയാളികളെ ബാധിക്കും. അപ്പോൾ ഇവിടിപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ അവരുടെ ഇടപെടൽ വളരെ നിർണായകമായി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇറാനോ ഇസ്രയേലോ ഒരു വിജയിയായി ഇതിൽ വരുന്ന സാഹചര്യങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് വേണമോ നമ്മൾ കാണാൻ? നമുക്കറിയാം ഇറാനുമായുള്ള ബന്ധം ഗൾഫ് രാഷ്ട്രങ്ങൾ ശക്തിപ്പെടുത്തി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മേഖലയിൽ കാര്യങ്ങൾ പഴയതുപോലെയാകുമോ, അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇത് സമാധാനം ഗൾഫ് മേഖലയിൽ വരേണ്ടത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ മൊത്തം ഒരു ആവശ്യമാണ്, അവരുടെ ഒരു അഭിവൃദ്ധിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒപെക് കൺട്രീസ് എല്ലാം തന്നെ ഈ ഒരു നിലപാടുകൾ തന്നെ പോകും. പ്രത്യേകിച്ച് വെസ്റ്റ് ഈ ഫാർ ഈസ്റ്റിലെ ഗൾഫ് കൺട്രീസ് എല്ലാം തന്നെ ആ ഒരു നീക്കത്തിലേക്കായിരിക്കും പോവുക. അവർക്ക് ആ പ്രദേശത്തെ സമാധാനം നിലനിർത്തിയില്ലെങ്കിൽ അവരുടെ അഭിവൃദ്ധി പൂർണ്ണമായും നശിക്കും. കാരണം അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ പെട്രോളിയം, ക്രൂഡ് ഓയിലും മറ്റ് സാധനങ്ങളുമാണ്, ആ ഗ്യാസും ഒക്കെയാണ്. അത് വിപണിയിലെത്തിച്ച് അവർക്ക് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രത്തിന് സമ്പത്തുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ രാഷ്ട്രം നിശ്ചലമായി പോകും. ആ രാഷ്ട്രത്തിന്റെ ഇറാൻ ഏത് തിരിച്ചടിക്ക് ഏതൊരു സ്റ്റെപ്പ് എടുത്താലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗൾഫ് മേഖലയാണ് എന്ന് വരുന്നു ആണല്ലോ. ഇപ്പോൾ 10 ദിവസം കൊണ്ട് നമുക്കത് അറിയാം. 10 ദിവസം കൊണ്ട് തന്നെ അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു വ്യാപാര ശൃംഖല നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി 11ാമത്തെ ദിവസം ഇനിയിപ്പോൾ ഇത് കൂടുതൽ നീണ്ടുപോവുകയാണെങ്കിൽ ഒരു മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആ രാഷ്ട്രത്തിലെ സമ്പത്തിനെ ബാധിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ മലയാളികൾ 2 ലക്ഷം കോടിയാണ് നമുക്ക് ഓരോ വർഷവും കേരളത്തിൽ എത്തിച്ചു തരുന്നത്. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കടമെന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ്. ഏതാണ്ട് 2 ലക്ഷം കോടിയോളം നമ്മുടെ ആൾക്കാർ നമുക്കിവിടെ പല വിധത്തിൽ ഇവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അവരുടെ ആ ചോര വിയർപ്പാക്കി അവർ നേടുന്ന ആ ധനം നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു നഷ്ടമാണ്. അവിടെ ഒരു സമാധാനാന്തരീക്ഷം ഇല്ലാതാകുന്നുവെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ദോഷങ്ങൾ നമുക്ക് കേരളത്തിന് പ്രത്യേകിച്ച്, ഇന്ത്യക്ക് പൊതുവിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പൊതുവിലുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിൻ്റെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പല കുടുംബങ്ങളെയും വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ ഈ യുദ്ധത്തിന് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി ഗൾഫ് കൺട്രീസ് അവർ വളരെ സുചിന്തിതമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അവർ 3 ദിവസം ഇസ്താംബൂളിൽ നടന്ന ചർച്ചയിൽ മുഴുവൻ അവർ ഈ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് വിഷയങ്ങളാണെങ്കിൽ പോലും വാറാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത്. കാരണം എക്കണോമിക് പ്രോഗ്രസ്സിന് തടസ്സമായി നിൽക്കുന്നത് വാറാണ്. അപ്പോൾ ആ വാറിനെ കുറിച്ച് ഉള്ള ചർച്ചയാണ് നടന്നിരുന്നത്. അതിലുണ്ടായ സൊല്യൂഷൻ ഇതാണ്: ഏത് വിധേനയും ഇറാനെ ഒരു സന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുക, അതിന് ഏത് രാഷ്ട്രത്തിനോടാണോ നമുക്ക് ചെയ്യാൻ കഴിയുക അത് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് ഇനിയിപ്പോൾ അത് നീണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ചുറ്റുമുള്ള മുഴുവൻ രാഷ്ട്രങ്ങളെയും അറബ് രാഷ്ട്രങ്ങളെ മുഴുവൻ പിണക്കിക്കൊണ്ട് ഇറാൻ ഒന്നാമത് ഇറാൻ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അവരുടെ ഒരു നിലനിൽപ്പിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലോഞ്ച് പാഡുകൾ പലതും ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ ആക്രമണത്തിന് അവർക്ക് മുതിരാൻ ഇപ്പോൾ മിസൈലുകൾ ഇനിയും അവരുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഇസ്രായേലിലേക്ക് വേണമെങ്കിൽ അയച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ അതിനോടൊപ്പം കൂടുതൽ ആക്രമണങ്ങൾ അവർ നടത്തുകയും US-ൻ്റെ പല ബേസുകളിലേക്കൊക്കെ ആക്രമണം നടത്താൻ പോയാൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. ഇതവർ തീർച്ചയായിട്ടും ഒരു സിംബോളിക്കായിട്ട് നടത്തിയതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അവർക്ക് ഈ US-ന് ഭയമുള്ള ഒരു കാര്യം ഇവർ ഈ നോൺ കൺവെൻഷണൽ വാറിലേക്ക് പോകുമോ എന്നുള്ളതാണ്. കാരണം അതിനൊക്കെ അവർ എക്സ്പേർട്ടുകളാണ്. അത്തരം ചാവേറുകളൊക്കെ അയക്കാനൊക്കെ അവർക്ക് ഇഷ്ടംപോലെ ആളുണ്ട്. സൈന്യത്തിൽ തന്നെ ആളുണ്ട്, അല്ലാതെ മറ്റ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോൺ കൺവെൻഷണൽ വാറിലേക്ക് പോകുമോ എന്നുള്ളത് US-ൻ്റെ ഒരു ഭയം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഈ യുദ്ധം, കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ന്യൂക്ലിയർ പവർ എന്നുള്ള ആ ഒരു ഇതിലേക്ക് ഇനി ഒരു 20 വർഷത്തേക്ക് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർത്തിട്ടുണ്ടെന്നാണ് US-ൻ്റെ നിഗമനം. അതിനെക്കുറിച്ച് ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും അവിടെ കിട്ടാനുള്ള സാഹചര്യമില്ല. പക്ഷേ അവർ പൂർണ്ണമായും നിശ്ചയിക്കുന്നത് ഇപ്പോൾ യാതൊരു കാരണവശാലും ഇനി നതാൻസ് ആയാലും
ഫോർദോ ആയാലും ഇനി അവർക്ക് അവിടെ ഒരു ആണവ നിലയമായിട്ട് റിയാക്ടറുള്ള ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാൻ അടുത്തൊരു 20 വർഷത്തേക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിധത്തിലൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ US-ൻ്റെ ആഗ്രഹം സാധിച്ചു, ഇസ്രായേലിനും ഇപ്പോൾ ആവശ്യത്തിന് പിന്നെ തിരിച്ചടികളൊക്കെ നടത്തി ഇസ്രായേലിനെ അതുപോലെ തന്നെ ഇറാനും ഒരു മത്സരം നടത്താൻ കഴിഞ്ഞു. ശ്രീ ഐസക് ജോൺ, പ്രോക്സി വാർ തുടർന്നുകൊണ്ട് മറ്റുള്ളവരെ സമാധാന ജീവിതം നയിക്കാൻ വിടും ഇരു രാഷ്ട്രങ്ങളും എന്ന് പ്രതീക്ഷിക്കാമോ നമുക്ക്? അല്ല, ഇവിടെ ഇരു രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേൽ എന്തായാലും ഒരു പ്രോക്സി ഉപയോഗിക്കുന്നില്ലല്ലോ, അവർ നേരിട്ടടിക്കുകയാണ്. പ്രോക്സി വാർ ഇത്രയും നാൾ ആ പ്രോക്സി വാർ വളരെ സമർത്ഥമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഇറാനാണ്. ഈ 4 പ്രോക്സികളെ ഉപയോഗിച്ച് 4 സ്ഥലത്തും വെച്ചുകൊണ്ടാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കഴിഞ്ഞ 45 വർഷമായിട്ട് ഈ പ്രദേശത്ത് അശാന്തിയും ഇൻസ്റ്റെബിലിറ്റിയും കൊണ്ടുവരുന്ന അവരുടെ ഭരണകൂടമാണ്. അതിനകത്ത് യാതൊരു തർക്കവും എല്ലാവർക്കും അറിയാം. ഇവിടെ ജാതിയില്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ഇവിടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് എല്ലാം അറിയാവുന്നതാണ്. അവർ നേരത്തെ ട്രംപിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഒരു ഇലക്ടഡ് ലീഡറാണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ സൈനിക ശക്തിയുടെ നേതാവാണ്. അത്ര കോമാളിത്തരം എന്നൊക്കെ ആൾക്കാർക്ക് പറയാം, അത് ഒരു പരിധിവരെ ശരിയുമാണ്. പക്ഷെ എങ്കിലും അവരൊക്കെ വളരെയേറെ ആലോചിച്ച് തീരുമാനിച്ച് കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഡിസിഷനാണ് ഇതുവരെ എടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള പോക്കിൽ ഈ ഒരു ഭീഷണി ഒരു ഡെമോക്രാസിൻ്റെ സ്വാഡ് പോലെയാണ് ഈ ഇറാൻ എന്നാണ് ഇവിടെയുള്ള രാജ്യങ്ങൾക്കറിയാം, അറബ് രാജ്യങ്ങൾക്കറിയാം. അവർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും സ്മൂത്തായിട്ടില്ല. കഴിഞ്ഞ 45 വർഷമായിട്ട് എല്ലാ ദിവസവും അവരൊരു നൈറ്റ്മെയറായിട്ടാണ് ഇറാനെ കണ്ടിക്കൊണ്ടിരുന്നത്. എത്രയോ പ്രാവശ്യം ഇറാൻ അടിക്കാൻ ശ്രമിച്ചു. പിന്നെ അമേരിക്കയുടെയൊക്കെ സപ്പോർട്ട് കിട്ടും മറ്റവർക്കുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ അത് കൂടുതലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം 2019 അവിടെ സൗദി അറേബ്യയിൽ ആക്രമണം നടത്തി, മിസൈൽ ആക്രമണം നടത്തി. 2023 UAE അവർ ആക്രമണം നടത്താൻ ശ്രമിച്ചു. അതേപോലെ തന്നെ 2010 മുതൽ ഹൂത്തീസിനെ ഉപയോഗിച്ചുകൊണ്ട് യമനിൽ സൗദി അറേബ്യക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തി. ഇതൊക്കെ ഷാഡോ വാറാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ് ഇറാനെ അതിനെ ഡീവെപ്പണൈസ് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ ഒരു ന്യൂക്ലിയർ വെപ്പൺ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ വേറെ ഒന്നായി മാറുമായിരുന്നു. ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് ഈ ഇപ്പോഴത്തെ സീസ് ഫയർ അത് തുടർന്നു പോകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നലത്തെ ആശങ്ക ഇന്നില്ല എന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമുണ്ട്, അമേരിക്കയുടെ ശക്തമായ ഇടപെടലുണ്ട്. അപ്പോൾ മേഖല ഇനി കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകില്ല എന്ന പ്രതീക്ഷ തന്നെ നമുക്ക് ആ പ്രതീക്ഷയിൽ അവസാനിപ്പിക്കാം, അല്ലേ? അതെ, തൽക്കാലം അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഫുൾ സ്റ്റോപ്പായി കരുതാനാവില്ല, എങ്കിൽ പോലും ഇതൊരു സെമികോളൻ ആണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. കാരണം മുമ്പേ പറഞ്ഞതുപോലെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നത് അമേരിക്കയോ മറ്റുള്ളവരോ അല്ല. നമ്മൾ ഈ പറഞ്ഞ മറ്റ് എലിമെന്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും, ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ട്രംപ് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊരു തെമ്മാടി രാഷ്ട്രമൊന്നും അല്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 46 വർഷമായിട്ട് ഇറാൻ സപ്പോർട്ട് കൊടുക്കുകയും അവരെ വളർത്തുകയും ചെയ്തതാണ്. അപ്പൊ ഒന്നൊന്നായിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ മാത്രം ആവശ്യമായിരുന്നില്ല. ഈ മേഖലയിൽ സമാധാനം ആവശ്യമുള്ള GCC നേഷൻസിന്റെയും മോഡേൺ വേൾഡിന്റെയും കൂടെ ആവശ്യമായിരുന്നു. അതാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പം ഹോർമസ് കടലിടുക്ക് അവര് തടയുകയാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിലേക്കൊക്കെ ഒന്നും എത്താതെ ഇറാനിൽ നിന്ന് ഇതിനെ പിന്തിരിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ നേട്ടം തന്നെയാണ്. ഇത് തുടർന്ന് പോകട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്. ശരി, തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വെടിനിർത്തൽ തുടരട്ടെ എന്ന്, 12ാം ദിവസം ഉണ്ടായിട്ടുള്ള ഈ സമാധാന ശ്രമം അത് ശാശ്വതമാകട്ടെ എന്ന് ആശിക്കാം. നമുക്ക് മേഖലയിൽ സമാധാനം പുലരട്ടെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.